തിലോപ്പി എന്താണെങ്കിലും ഇതൊക്കെ എയർ ബ്രീത്തിങ് അല്ലേ മീനുകൾ? അതാ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ ഫാക്ടറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അബിൻ ഫ്രം തൊടുപുഴ. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ നാട്ടുകാരനെ ജോൺസൺ ചേട്ടൻ്റെ കൂടെയാണ്. ജോൺസൺ ചേട്ടൻ്റെ കൂടെ ഒരു അടിപൊളി പടുതാക്കുളം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ കാണത്തില്ലേ, ഒരു സൂപ്പർ പടുതാക്കുളം. ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥ ടാർപോളിൻസ് ആണ്. അവർ കേരളത്തിലെല്ലായിടത്തും പടുതകൾ, നമുക്ക് മീൻകുളം ഉണ്ടാക്കാനായിട്ടുള്ള പടുതകൾ 200 GSM തൊട്ടുള്ള എല്ലാ പടുതകളും അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പടുത പുതിയ കുളം ഉണ്ടാക്കാനായിട്ട് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്പർ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ പേര് ജോൺസൺ. എൻ്റെ വീട് തൊടുപുഴ ഉടുമ്പന്നൂർ അമേപ്ര എന്ന ഭാഗത്താണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ചെറിയൊരു മീൻകുളം ഞാൻ ഉണ്ടാക്കി. അത് വിജയിക്കുമെന്ന് തോന്നി. അത് കാരണം ഇച്ചിരി വലിപ്പവും കൂടിയ ഒരു മീൻകുളം ഉണ്ടാക്കി. 60 അടി നീളവും 28 അടി വീതിയിലും. ചേട്ടാ, അപ്പോൾ ഈ കുളത്തിന് 1.5 ലക്ഷം രൂപ മുടക്കായെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ആദ്യം തൊട്ടുള്ള ആ ഒരു ഇതെന്ന് പറയാമോ? ആദ്യം നമ്മൾ JCB കൊണ്ടൊന്ന് മണ്ണെടുത്തിട്ട് പിന്നെ ആൾക്കാരെ കൊണ്ട് ചേച്ചി ചാക്ക് നിറച്ച് ഇങ്ങനെ ചുറ്റും മണിച്ചാക്ക് നിറച്ച് ചുറ്റും അടുക്കി അതിൻ്റെ മുകളിൽ പടത വെച്ചു. എന്നിട്ട് ഇങ്ങനെ വെള്ളം നിറച്ച് ഇങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തി 1000 ചാക്കോളം വന്നിട്ടുണ്ട്. ഈ ഇതിൻ്റെ അടിയിൽ വെക്കാനായിട്ട്? ഇതിൻ്റെ അടിയിൽ വെക്കാം. മണിച്ചാക്ക് നിറച്ചാണ് കുഴി കുത്തിയിട്ട്, മണിച്ചാക്ക് നിറച്ചാണ് മണ്ണ് നിറച്ച് ചാക്ക് വെച്ചിട്ടാണ് പടുതിട്ടേക്കുന്നത്. പിന്നെ അടിയിൽ അതിന് ആ കുഴി കുത്തിയതിന് ഉൾപ്പെടെ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ എത്രയായി? ഇത് കുഴിക്ക് മാത്രം 6500 രൂപയായി കിട്ടാച്ചു. പിന്നെ അതിൻ്റെ അടിയിൽ 1000 ചാക്ക് നിരത്തിയിട്ടുണ്ട് നമ്മൾ, സിമെൻറ്റ് ചാക്ക് ഈ പടതയുടെ അടിയിൽ. എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ പടതിട്ടേക്കുന്നത്. അതിൻ്റെ മുകളിൽ കറുത്ത പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഈ ഷീറ്റിന് എത്ര രൂപ? ഷീറ്റിന് 22,000 രൂപ മുടക്ക് വരും. 22,000. എത്ര GSM ഉണ്ട് ചേട്ടാ? 250 GSM. 250 അല്ലേ? അത് 22,000 കിലോന് രൂപയായി. പിന്നെ നമ്മൾ ഈ ചെയ്തേക്കുന്ന ഫിൽറ്റർ വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇത് മോട്ടോർ വെച്ചിട്ട് മുകളിലത്തെ ടാങ്കിലേക്ക് ചെന്ന് ആ ടാങ്കിൽ നിന്ന് അടുത്ത ടാങ്കിലേക്ക് ചെന്നിട്ട് അവിടുന്ന് ശുദ്ധീകരിച്ച് 3ാമത്തെ ടാങ്കിൽ നിന്ന് വന്നിട്ട് ആ വെള്ളം തന്നെ ഈ കുളത്തിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ കുളത്തിൽ നിന്ന് അടിച്ച് കയറ്റിയിട്ട് ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ എങ്ങനെയാണ് കൃഷി? 6 മാസത്തെ കൃഷിയാണ്? 6 മാസത്തെ കൃഷി. ചിത്രലാടയല്ലേ? ചിത്രാട. എത്ര കുഞ്ഞുങ്ങളാണ് ചേട്ടൻ ഈ ഒരു ഇതിനകത്ത് 5000 കുഞ്ഞുങ്ങൾ ഇടാന്നോർത്താണ് ഇരിക്കുന്നത്. 5000 കുഞ്ഞുങ്ങൾ ഇടാം അല്ലേ? ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് വേറെ ചെറിയ കുളമുണ്ട്, അതിൻ്റെ അകത്ത് 300 കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുള്ളൂ. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ അത് വിജയിക്കുമെന്ന് ഓർത്താണ് ഇത് ചെയ്തു വരുന്നത്. ആ കുളമാണ് ഇപ്പോൾ പ്രചോദനം കിട്ടിയേക്കുന്നത്. അപ്പോൾ ചേട്ടന് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്, ഈ കുളം ഒന്ന് സെറ്റപ്പായി വന്നു കഴിഞ്ഞാൽ ഒരു കുളോട് കുത്തുന്ന ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. അതിൽ സംശയമില്ല. അതേ സമയത്ത് ഞാൻ കുത്തും വിജയിച്ചാല് ഓർത്താണ് ഇരിക്കുന്നത്. ഇട്ടാക്കണ പമ്പിന് 6500 രൂപ. പിന്നെ എയർ ഫിൽറ്റർ ഇട്ടേക്കണ പമ്പ് ഹീലിയടേന് 7500 രൂപ. നെറ്റിനും പച്ച ബലത്തി ഇട്ടേക്കണ ഈ നെറ്റിനും ഈ വലക്കും കൂടെ കൂടി 10,000 രൂപയോളം മുടക്ക് വരും. പിന്നെ പണിക്കാശ് 10,000-8,000 രൂപയുടെ പണിക്കാശ് മുടക്ക് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ പൈപ്പ് കാര്യങ്ങളെല്ലാം കൂടെ കൂടി 10,000-20,000 രൂപ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാം കൂടെ കൂടി 1.5 ലക്ഷം രൂപ മീൻ മുടക്കുണ്ട്. മീനും എല്ലാം കൂട്ടി അത്രയും വരും. മീനും കൂടെ കൂടി അത്രയും വരും. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ നേരത്തെ കുളത്തിൽ ഇപ്പോൾ 7 മാസമായി ചേട്ടാ? ഇത് 7 മാസമായി. 7 മാസമായി എന്നാണ് ചേട്ടൻ പറഞ്ഞത്. മീനുകൾ ഇട്ടിട്ട് വാള, അനാബസ്, പിന്നെ തിലോപ്പിയ, പിന്നെ ഗൗരാമി, അനാബസ്, വാള, തിലോപ്പിയ ഇവയൊക്കെയാണ് ഇതിനകത്ത് ഇപ്പോൾ ചേട്ടൻ ഇട്ടിട്ടുള്ളത്. ഏകദേശം ഒരു 7 മാസത്തോളം ആയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിനെ ചേട്ടൻ പിടിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. തിലോപ്പികളല്ലേ? ഇത് നമ്മൾ ഇവിടുന്ന് പെരുമ്പിള്ളിയിലെ ഫാമിൽ നിന്ന് മേടിച്ചാണോ?
ഇത് കീഴിലെ ഫാമിംഗ്. കീഴിലത്തെ അല്ലേ? ഇതിപ്പോ പിടിക്കാനുണ്ട്. വാളയും ഗൗരമീകളൊന്നും പിടിക്കാം. ഇത് നമ്മൾ ജസ്റ്റ് ചേട്ടൻ്റെ ആ വലിയ കുളമൊന്ന് കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പഴയ കുളത്തിലെ മീനിനെ വരെ പിടിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. ചേട്ടൻ ഫുൾ കമ്മിറ്റഡാ. അതെ ചാടുള്ളൂ. ഇത് അനാവസ് അനാവസ് കിട്ടി. അനുമാസ വാള വാളയുണ്ടോ? ഇത് അനാവസ്. ഇത് വാള. വാള അടിപൊളി. ആ മുള്ള് പ്രശ്നമാണ്. ഇതിന് വലിയ വാളയുണ്ട്. തിലോപ്പി എന്താണെങ്കിലും ഇതൊക്കെ എയർ ബ്രീത്തിങ് അല്ലേ മീനുകൾ? അതാ വാള. ആ മുള്ളു സൂക്ഷിക്കണം. ഇവന്മാരെ പിടിക്കുമ്പോ അത് വേറെ മീനെ കൈ കൊണ്ട് കയറിയ നല്ല വേനയാ. ഇത് കൂടി 6 മാസമായുള്ളൂ. ഈ 19 വരുമ്പോ 6 മാസമാവുള്ളൂ. അത്ര 6 മാസം കൊണ്ട് ഇത്രയും വളർച്ച പടുതാക്കുളത്തിലുണ്ട്. വെള്ളമൊക്കെ മാറ്റുന്നതാണോ? എന്തോ വെള്ളം മാറ്റുന്ന വെള്ളം വല്ല ആ മാസത്തിലൊക്കെ ഇങ്ങനെ വരുമ്പോ വലിച്ചു വിടണുള്ളൂ. മറ്റേ സെറ്റപ്പിലല്ലോ ഇത്. സാധാരണ പരീക്ഷ നോക്കിയതല്ലേ നമ്മള്. അപ്പൊ ഈ ഒരു ഇതില് ഇത്രയും ഗ്രൗത്ത് വാളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതേപോലെ ഇതിലും വിജയിക്കുന്നതാ തോന്നണേ. അതില് വാള വിട്ട് കഴിഞ്ഞാൽ തിലോപ്പിയല് എങ്ങാനും ഇച്ചിരി പാളിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വാളക്കുഞ്ഞുങ്ങളെ കിട്ടും. ഇതിന്റെ അത് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. ഇതിപ്പോ ഒന്ന് പരീക്ഷ നോക്കല്ലേ. ഇത് ഒരു 300 മിനിറ്റ് നോക്കിയുള്ളൂ. നല്ല സൂപ്പർ സാധനമല്ലേ? ഇതൊക്കെ മാറ്റി കാണിച്ചു തരാം. നല്ല മുള്ളാണേ. അനമാസം അരക്കിലോ ചായ നോക്കളെ. അത്രയും അടുത്ത്. ഇത് വാള. വാള. അയ്യോ അവന്റെ കൊമ്പ് അത് നമുക്ക് എടുത്ത് കളയാം. കണ്ടോ ഇതിന്റെ വലന്ന് പോയി ഊരി കളയാം. കണ്ടില്ല വാളല്ലേ? കിട്ടണമെങ്കിൽ വളർന്നു കേട്ടോ മക്കളെ. ആണോ? നോക്കാം. ഗൗരാമിയും കൂടെ ഒന്ന് കാണിക്കണേ. എവിടെയായിട്ടായിരിക്കും? ഞാൻ എടുത്തോണ്ട് ആ ഗൗരാമി. ഒരു കുഞ്ഞു ഗൗരാമി ഉണ്ടല്ലോ. ഗൗരാമി ഉണ്ട്. ഗൗരാമി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുളത്തിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ശരി, നമുക്ക് പിന്നെ ഇതിൻ്റെ തന്നെ വേറെ ഒരു വീഡിയോ ഉണ്ട്. അതായത് ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയാണ് ചെയ്തത്, അതിനെപ്പറ്റി ഓരോ സംഭവങ്ങൾ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് നോക്കി നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. അതാ അവിടെ ഫിൽറ്ററൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, പമ്പുകളുടെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം. പിന്നെ ഈ ഷീറ്റിൻ്റെ എല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയേക്കാം. അപ്പോൾ ഇത് ചേട്ടൻ്റെ മക്കളാണ് ചെയ്തത്, ഈ സംഭവം ചെയ്ത് സെറ്റാക്കിയത്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ചേട്ടൻ്റെ ആ വലിയ കുളമൊന്ന് ഔട്ട്ഡോർ എടുക്കാൻ പോവാ. അപ്പോൾ നമ്മുടെ ഈ കുളം വീഡിയോയിലേക്ക് പോകുമ്പോൾ ചെറിയൊരു കാര്യം പറയട്ടെ. പോടാ അവിടുന്ന്. നല്ലടാ, നീ ലുക്കാ. ചവിട്ട് എടാ, സെറ്റപ്പാ. ഇത് ബ്ലൂപ്പേഴ്സ് ആയിട്ട് ഇട്ടു കേട്ടോ. കണ്ടോ, അപ്പ ചെറുക്കന ഓടി. ഇപ്പോൾ ഗ്രീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നു. ഇത്രയും വലിയ